എന്തൊക്കെയാണ് എന്റെ ചെലവ് മാസത്തിൽ വരുന്ന ചെലവുകൾ ഞാൻ കാണിച്ചതാ. അതിന്റെ മുഖ്യ ഒരു കാരണക്കാരാണ് ഈ ഇരിക്കുന്നത്. ഈ സംഭവം ഗ്യാസും കുറ്റി ഒരു മാസം എത്ര രൂപയാണ് നമ്മൾ ഇതിനായിട്ട് കൊടുക്കുന്നത്? എങ്ങനെ നമ്മളിവിടെ ജീവിക്കുക? ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചെലവാണിത്. അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ചെലവ് വരുന്ന സംഭവമാണ് ഈ ഇരിക്കുന്ന സംഭവങ്ങൾ. ഇപ്പൊ മഴക്കാലാണ്, നമുക്ക് വാഷ് ചെയ്യണം, അത് ഉണക്കണം, അതിനൊക്കെ 2 വാഷിംഗ് മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റൊരു ചെലവാണ് ചൂടിന് തണുപ്പിക്കുന്ന AC ആണ് സംഭവം. അപ്പൊ ഇതൊക്കെ ചെലവൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ പ്രവാസിയായിട്ട് എങ്ങനെ ഇവിടെ ജീവിക്കുന്നുള്ളൊരു ഒരു ചിന്താഗതിയിൽ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞത്. എല്ലാ പ്രവാസികളുടെ ഒരു സ്വപ്നമാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ നിൽക്കുക എന്നുള്ളത്. ഞാൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ ഏത് പ്രവാസിക്കും, പ്രവാസികളല്ല കേട്ടോ, എല്ലാവർക്കും ആർക്കാണെങ്കിലും സമാധാനത്തോടു കൂടി ജീവിച്ചു പോവാം. ഹായ്, അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു പ്രവാസിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഇക്ക. നിങ്ങളെ പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ഷാഫി എന്നാണ്. ഷാഫി. നിങ്ങളെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ്? ഞാൻ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി, കുറ്റിപ്പുറം വളാഞ്ചേരിയുടെ ഇടയിൽ പൈങ്കണ്ണൂർ എന്ന് പറയും, പേരശന്നൂർ പൈങ്കണ്ണൂർ, അവിടെയാണ് ഹിൽ ടോപ്പ് പൈങ്കണ്ണൂർ, അവിടെയാണ് വീട് അല്ലേ? ഇക്കപ്പോ എത്ര വർഷമായി ഇപ്പോ ഗൾഫ് നിർത്തിയിട്ട്? ഞാൻ 4ാമത്തെ വർഷമാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു പ്രവാസി ജീവിതം? 15 വർഷത്തോളം ഗൾഫിൽ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഈ 15 വർഷത്തിന് ശേഷമാണ് ഇപ്പോ നാട്ടിൽ സ്ഥിരമായിട്ട് താമസാക്കിയിട്ടുള്ളത്. അതെ. അപ്പോൾ ഇക്കാണ്ട് ഒരു കാര്യം ചോദിക്കാണ്ട്, നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവർക്കും വലിയൊരു ആഗ്രഹമാണ്, അതായത് വലിയൊരു സ്വപ്നമാണ് നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് വലിയൊരു വെല്ലുവിളി ഉണ്ട് അല്ലേ? ആ വെല്ലുവിളി എന്താന്ന് പറഞ്ഞു കൊടുക്കി? അത് ഇപ്പൊ കുട്ടികളുടെ പഠിപ്പുണ്ട്, പിന്നെ അതിന്റെ ചെലവ് വരുന്നുണ്ട്, അതുപോലെ ഗ്യാസ്, വണ്ടിയിൽ എണ്ണ അടിക്കുന്ന ചെലവുകൾ, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ കുറെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെലവുകളാണ്. മാസം വരുന്നൊരു ചെലവാണത്. ഏതൊരു പ്രവാസിക്കും ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തൊരു ചെലവാണ്. അങ്ങനത്തെ ചെലവുകൾ ആലോചിച്ചിട്ടാണ് ചില ആളുകൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ കഴിയില്ല, വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അതെ. അപ്പൊ ഈ പ്രവാസികൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നിങ്ങൾ ഈ ചെലവുകളൊക്കെ കുറച്ചിട്ട് നാട്ടിൽ നിൽക്കണം എന്നുള്ളത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ചെലവുകൾ കുറക്കാൻ വേണ്ടിയിട്ട് പകുതി ചെലവുകൾ കുറക്കാനുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം ചെയ്യുകയാണെങ്കിൽ പ്രവാസികളായ നിങ്ങൾക്ക് മനസമാധാനത്തോടെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു കാര്യമാണത്. ഞാൻ കാണിച്ചു തരാം സംഭവം. എന്നാ കാണിച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് നിങ്ങളെ ചെലവുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് എന്റെ ചെലവ് മാസത്തിൽ വരുന്ന ചെലവുകൾ ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുഖ്യ ഒരു കാരണക്കാരാണ് ഈ ഇരിക്കുന്നത്. ഈ സംഭവം. അപ്പൊ ഇതിന് പകരമാണ് ഇപ്പൊ ഞാൻ ഈ കറണ്ട് അടുപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ സംഭവം ഞാൻ ഉപയോഗിക്കണേ ഇല്ല. ഗ്യാസ് ഉപയോഗിക്കണില്ല, ഇല്ല, മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് എയർ ഫ്രയർ ആണ്. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ചിക്കൻ ചുടാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. കറണ്ടിന് ഉപയോഗിക്കുന്നതാണ്. ഒരു പെട്ടെന്ന് പരിപാടി ചെയ്യുന്ന സംഭവങ്ങളാണ്. ഗ്യാസിന്റെ ചെലവേ വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ കണ്ടില്ലേ, 2 ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്കിപ്പോ ബ്ലാങ്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിലൊക്കെ ഈ ടോപ്പിലോട് ഉപയോഗിക്കാം. മറ്റത് വെള്ള വസ്ത്രങ്ങളും അതൊക്കെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ രണ്ട് രീതിയിലാണ് കറണ്ട് വരുന്നത്, 2 രീതിയിലാണ് ചെലവ് വരുന്നത്. നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. തീർച്ചയായിട്ടും. അതുപോലെ മറ്റൊരു ചെലവാണ് TV ഉണ്ട്, അതുപോലെ AC ഉണ്ട്, പിന്നെ 3 മോട്ടർ ഉണ്ട് ഇവിടെ. 3 മോട്ടർ ഉപയോഗിക്കുന്ന 2 കുഴൽ കിണറും സാധാ ഒരു കിണറും. ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമമുള്ള ഏരിയയാണ്. അപ്പൊ അതിലൊരു മോട്ടർ തന്നെ 2 HP പറഞ്ഞാൽ അത്യാവശ്യം കറണ്ട് വരുന്നതാണ്. അതുപോലെ മറ്റൊരു ചെലവാണ് ചൂടിന് തണുപ്പിക്കുന്ന AC ആണ് സംഭവം. ഈ സംഭവത്തിന് നല്ല ചെലവാ. ഇതിനൊന്നും എനിക്കിപ്പോ പൈസ വരുന്നില്ല. അല്ലിക്ക, അപ്പൊ നിങ്ങളിപ്പോ ഫുള്ള് ഈ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമല്ലേ അതൊക്കെ ചെയ്തു വെച്ചത്? അപ്പൊ അത്യാവശ്യം നല്ല ചെലവുണ്ടാവൂലേ? പക്ഷെ എനിക്കത് വരുന്നില്ല. നിനക്ക് ചെലവനല്ല? ഇല്ല. തള്ളാണത്? തള്ള നമുക്ക് കാണിച്ചു തരാം. തള്ളാണോ ചവിട്ടാണോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരി. മുകളിൽ അതിനുള്ള കാര്യം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്താ പറയണെന്നുള്ളത്. തീർച്ചയായിട്ടും മനസ്സിലാവും. ധൈര്യമായിട്ട് വരും, ഞാൻ കാണിച്ചു തരാം. പോയേക്കാ. ഇവിടെ മേലെയാണ്. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചെലവ് മാത്രമാണ് പറഞ്ഞത്. എങ്ങനെയാണ് ആ ചെലവ് ഞാൻ ചുരുക്കി എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കണ്ടോളൂ. ഇതാണ് ആ സംഭവം. സോളാർ അല്ലേ? അതെ. അല്ലേക്കാ, നിങ്ങളിപ്പോ ഇത് എത്ര വർഷമായി വെച്ചിട്ട്? 4 വർഷത്തോളമായി ഞാൻ വെച്ചിട്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റബിൾ ആണ്? എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ്. ഞാൻ ഇത് വെച്ചതിന് ശേഷം ഹാപ്പിയാണ്. കാരണം എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കറണ്ട് ബില്ലിനെ കുറിച്ചോ അതിന്റെ എക്സ്പെൻസിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അല്ല, നിങ്ങൾക്ക് മുന്നേ എത്രയാണ് കറണ്ട് ബില്ല്? മുന്നേ 6000, 7000, 4000, 5000 അങ്ങനെയൊക്കെ ആ റേഞ്ച് ആയിരുന്നു. ഇത് വെച്ചതിന് ശേഷം എനിക്ക് മാക്സിമം വന്നത് 1000 രൂപയാണ്. അതിലപ്പുറം വന്നിട്ടില്ല. 686 രൂപയാണ് എനിക്ക് വന്നത്. 686 രൂപ. ഇത് കഴിഞ്ഞ മാസത്തെ ബില്ലാണ്. ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. തള്ളൊന്നല്ലോ? ഒരു തള്ളുമല്ല. ഗ്യാസിന് പൈസ കൊടുക്കണില്ല. ഗ്യാസ് എങ്ങനെയാലും 1000 രൂപ വേണ്ട ഒരു സിലിണ്ടർ. അത് ലാഭല്ലേ? പിന്നെ അതുപോലെ മുമ്പ് ഞാൻ ബൈക്കിൽ പെട്രോൾ അടിച്ചു. ഒരു മാസം എനിക്ക് 4000-4500 രൂപ ബൈക്കിൽ വേണ്ടി. ഞാൻ ആ ബൈക്കട് വിറ്റു. എന്നിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടി എടുത്തു. മോന് കോളേജ് പോകാൻ വേണ്ടി എടുത്താണ്. അവൻ ഇവിടുന്ന് ഒരു 10-22 കിലോമീറ്റർ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെയായാലും 40-45 കിലോമീറ്ററോളം ഉണ്ട്. 1 രൂപ ചെലവില്ല. എന്നും കോളേജിൽ പോയി വരുന്നുണ്ട്. ഓൻ മാത്രമല്ല, അവൻ്റെ ഒപ്പം വേറെ സുഹൃത്തുണ്ട്. അത് കൂടി നോക്കണം. 2 കൂടി പോയി വരുന്നുണ്ട്. എന്താ സംശയം? ഒരു ചെലവില്ല. ഇല്ല. ഈ സോളാർ നിങ്ങൾ എവിടുന്ന് വെച്ചത്? ഇത് ഞാൻ പേയ്മെന്റ് സോളാർ എന്നാണ് വെച്ചത്. എനിക്ക് ഇതിന് വേറെ ഒരു കംപ്ലൈന്റോ ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല. സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? പക്കയാണ്.
ഉഷാറാണ്, ഒരു സംശയമില്ല. നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ വിവരങ്ങളും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ബേയ്മെന്റ് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും അല്ലേ? ഇവിടെ സോളാർ വെച്ചുകൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷറഫ് ഖാന്റെ ടീമാണ് കേട്ടോ അല്ലേ? അതെ അതെ അതെ, ബേയ്മെന്റ്. ഇക്ക നിങ്ങളോട് ഇപ്പൊ എത്ര വർഷം? ഇപ്പൊ 4 വർഷം വെച്ചിരുന്നു പറഞ്ഞു. ഇവിടെ 4 വർഷമായി, 5 വർഷമായി. മാത്രമല്ല വാസി, നമ്മള് 500 വീടുകളിൽ നമ്മളിപ്പോ സോളാർ ചെയ്ത് 500 വീട് ചെയ്തു. 500 വീടുകൾ നമ്മൾ ചെയ്തു. കാരണം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് സോളാർ ചെയ്യാൻ പറ്റി. 500 വീടുകൾ ഇപ്പോൾ നമ്മൾ പിന്നെ സോളാർ പ്ലാന്റുകൾ പൂർത്തീകരിച്ച ഒരു വലിയ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. അതിനിപ്പോൾ 4 വർഷമായിട്ട് ഹാപ്പിയുള്ള ഈ കസ്റ്റമറെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. നന്നായിട്ട് ചെയ്തു കൊടുക്കണം, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വളരെ ചെലവ് കുറവാണ് ഒരാൾക്ക് സോളാർ വെക്കാൻ. വലിയ എമൗണ്ട് ഒന്നുമില്ല, ഏതൊരു സാധാരണക്കാർക്കും താങ്ങാവുന്ന വില ഉള്ളൂ. 1,25,000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സോളാർ വെക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ പുതിയ വെക്കുന്ന ആൾക്കാർക്ക് സബ്സിഡി കിട്ടുമോ? സബ്സിഡി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പുതിയ ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് 1 കോടി വീടുകളിലാണ് സോളാർ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് തലത്തിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. KSEB ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു യൂണിറ്റ് KSEBക്ക് അധികം കൊടുത്താൽ 2.65 അവർ ഇങ്ങോട്ട് വന്നിരുന്നത്. അത് 50 പൈസ ഉയർത്തി 3.15 ആക്കിയിട്ട് KSEB ചെയ്യുന്നുണ്ട്. സോളാർ വെച്ചവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ആണല്ലേ? മാത്രമല്ല ചിലവ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു സോളാർ പ്ലാന്റ് വെക്കാൻ ഒരാൾ ചിലവാക്കേണ്ടത് നല്ലൊരു ക്വാളിറ്റിയിൽ ബൈഫേഷ്യൽ പാനത്, അതുപോലെ തന്നെ ടാറ്റയുടെ സ്ട്രക്ചർ, ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ 1,25,000 രൂപ മാത്രമേ ഇപ്പോൾ ചിലവാക്കേണ്ടുള്ളൂ. അതന്നെ നമ്മൾ EMIയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ 25,000 രൂപ ഫസ്റ്റ് തന്നാൽ മതി. പിന്നെ 12,500 രൂപ വെച്ച് 8 മാസം അടവ് അടച്ചാൽ മതി. തീർത്തും പലിശരഹിതമായ ഒരു EMI ആണ്. ആണല്ലേ? അതെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രവാസിയുടെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. പ്രവാസികളെ പേയ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 50 പ്രവാസികൾക്ക് 5,000 മുതൽ മുകളിലേക്ക് കറണ്ട് ബില്ല് വരുന്ന പ്രവാസികൾ അവരുടെ കറണ്ട് ബില്ല് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ അവർക്ക് നമുക്ക് EMI ആയിട്ട്, പലിശരഹിത EMI ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോളാർ വെച്ചെടുക്കാൻ പറ്റും. ആദ്യം നമ്മളെ ബന്ധപ്പെടുന്ന കറണ്ട് ബില്ല് അയച്ചിരുന്ന 50 പ്രവാസികളെയാണ് നമ്മൾ ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതെ. അപ്പൊ ഏത് സാധാരണക്കാർക്ക് ഇനി വെക്കാൻ പറ്റും. മാത്രമല്ല പിന്നെ മുടക്കിയ മുതൽ അവർക്ക് 2-3 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടും. നീണ്ട 20 വർഷത്തോളം എന്ത് ചെയ്യാം? സൗജന്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും. 3 കിലോവാട്ട് വെച്ചാൽ 12 യൂണിറ്റ് കറണ്ട് ഡെയിലി എന്ന് പ്രൊഡക്ഷൻ കിട്ടും. ഈ 12 യൂണിറ്റിൽ നിന്ന് കുറച്ച് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? KSEB ഒരു യൂണിറ്റിന് 3.15 വെച്ച് ഇങ്ങോട്ട് തരും. കൂടുതൽ ഉപയോഗിച്ചാൽ 12 യൂണിറ്റിൽ നിന്ന് കൂടുതൽ ഉപയോഗിച്ചാൽ ആ ഉപയോഗിച്ചതിൻ്റെ ബില്ല് എന്ത് ചെയ്യണം? അതാത് മാസം അടക്കം വേണം. ഒരു ദിവസം സോളാറിൽ നിന്ന് എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടി, എത്ര യൂണിറ്റ് KSEB നിന്ന് ഉപയോഗിച്ചു എന്നൊക്കെ അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടാണെങ്കിലും അവരുടെ മൊബൈലിൽ നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇപ്പോൾ രാവിലെ 11 മണിയായി തന്നെ പ്രവാസികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? അവരുടെ വിദേശത്ത് ഇരുന്നുകൊണ്ട് അവരുടെ മൊബൈലിൽ നോക്കിയിട്ട് അറിയാൻ പറ്റും ഇന്ന് സോളാറിൽ നിന്ന് എത്ര പ്രൊഡക്ഷൻ കിട്ടി എന്നുള്ളത്. വൈകുന്നേരത്തെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ KSEB നിന്ന് അധികം എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്നും അറിയാൻ പറ്റും. അതൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ കറണ്ട് ബില്ല് വരാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സോളാർ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കൂടുതൽ കറണ്ട് KSEBക്ക് കൊടുത്താൽ ഒരു വരുമാനം കൂടി ചെയ്യും. കിട്ടൂല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താലേ എല്ലാ സപ്പോർട്ടും കൊടുക്കും? എല്ലാ സപ്പോർട്ടും കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, പേയ്മെന്റ് സോളാറിന് എറണാകുളത്ത് ഷോറൂമുണ്ട്, പട്ടാമ്പിയിലുണ്ട്, വളാഞ്ചേരിയിലുണ്ട്, കണ്ണൂരുണ്ട്, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഇത്തരം ജില്ലകളിൽ നമ്മൾ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ സർവീസ് നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. എന്തൊരു കേട് വന്നാലും, കേടിന് വരാനില്ല, കാരണം ബാറ്ററി ഇല്ലല്ലോ, നേരെ KSEBിലോട്ട് ഇങ്ങനെ കയറി പോണേ. ഇനി അഥവാ ഇലക്ട്രിക് ഉപകരണമാണെങ്കിലോ എന്തെങ്കിലും ഒരു കേട് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മളെ സൈറ്റ് എഞ്ചിനീയർമാർ അവിടെ എത്തിയിട്ട് അത് പരിഹരിച്ചു കൊടുക്കും. ആണല്ലേ? അതെ. പിന്നെ കോൺടാക്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ നമ്മൾ കിട്ടിക്കോളുന്നില്ല, ഫോൺ ബിസി ആയിരിക്കും. നിങ്ങൾ കൂടുതലും വാട്സപ്പിലൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ബന്ധപ്പെടുക. വാട്സപ്പിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും അയച്ചു തന്നാൽ മതി. നമ്മുടെ ടെലികോളേഴ്സ് നിങ്ങളെ തിരിച്ചങ്ങോട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? തീർക്കാം. നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങളുടെ വീടൊക്കെ നോക്കി അവിടെ സോളാർ 25 വർഷം വർക്ക് ചെയ്യാനുള്ള പിന്നെ സാധ്യതകളുണ്ടോ, അവിടെ വെയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ സൂര്യൻ്റെ തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സോളാർ വെക്കാൻ അനുയോജ്യമാണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സോളാർ നിങ്ങളെ വീട്ടിൽ വെച്ചിരുള്ളൂ. നമ്മളെ സൈറ്റ് എഞ്ചിനീയർ നിങ്ങളെ വീട്ടിൽ വന്ന് നോക്കുന്നതിന് 1 രൂപ പോലും ചിലവില്ല. നിങ്ങൾക്ക് സോളാറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എവിടുന്ന് സോളാർ വാങ്ങിക്കോളും. പക്ഷേ സോളാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എന്ത് ചെയ്തോളി? നിങ്ങൾ പേയ്മെൻറ്റ് സോളാറുമായിട്ട് ബന്ധപ്പെട്ടോളി. 5 വർഷമായിട്ട് ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പേയ്മെന്റ് സോളാറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പൊ നിങ്ങളെ വീട്ടിലും സോളാർ വെക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുക. എവിടെ വേണമെങ്കിലും അല്ലേ? അതെ, വെച്ചെടുക്കും. എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ചെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ? അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ.
നിർത്തിയാലോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവിലേക്ക് കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് കാണാം. ഗുഡ് ബൈ.